ഹല്ലേലൂയ വചന പരമ്പര ആരംഭിച്ചിട്ട് ഇന്ന് 500 എപ്പിസോഡുകൾ പൂർത്തിയാവുകയാണ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ലൂക്ക സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമായൊരു വചനമാണ്. മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. വചനത്തിൻ്റെ ഒരു ഉറപ്പാണിത്. മുൻപന്മാരാകുന്ന പിൻപന്മാർ. ഇപ്പോൾ മുൻപിൽ നിൽക്കുന്ന പലരും പിന്നിലേക്ക് മാറ്റപ്പെടുമെന്നത് ഞാനല്ല, വചനം ഉറപ്പ് പറയുക, സംഭവിച്ചിരിക്കും. സ്നേഹമുള്ളവരെ, പിന്നിൽ മറയത്ത് ഒരിക്കലും മുൻപിൽ വരില്ല എന്ന് ഉറച്ച നീ വിശ്വസിക്കുന്ന പലരും നിന്നെ കവച്ച് മുൻപന്തിയിൽ വരുന്ന ദിനവും വരുന്നു എന്ന് വചനം ഉറപ്പ് വരികയാണ്. എത്രയോ ഉദാഹരണങ്ങൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നീ മുൻപന്തിയിലെത്തിയില്ല എന്ന് നീ നനച്ചിരുന്ന ദിനങ്ങളിലെ ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ നീ എങ്ങനെ എത്തിയെന്ന് നീ തന്നെ അറിഞ്ഞില്ല. അത്രമാത്രം അത്ഭുതാവഹമായി നീ മുൻപിലേക്കെത്തി. നീ പോലും അറിയാതെ നിന്നെ മുമ്പിലെത്തിക്കാൻ ദൈവത്തിനറിയാം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ദൈവാശ്രയബോധം നഷ്ടപ്പെട്ടു പോകരുത്. ഈ വചന ശുശ്രൂഷ, ഈ 500 എപ്പിസോഡുകൾ ഓർക്കുമ്പോൾ മഹാത്ഭുതമെന്ന് പറയാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഇത് മുൻപോട്ട് പോകുന്നു. ഈ വചന ശുശ്രൂഷയുടെ വലിയ പാഠം ഇതാണ്. സ്നേഹമുള്ളവരെ, മുൻപന്തിയിലെത്താനുള്ള നിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും ദൈവം വാഴ്ത്തട്ടെ. നിന്നെ പിന്നിലേക്ക് അകറ്റുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും നിന്നെ മുൻപന്തിയിലെത്തിക്കാൻ സ്വർഗത്തിൻ്റെ അപ്പൻ, നല്ല അപ്പൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവവൈതലെ, മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടാകുമെന്ന വചനത്തിൻ്റെ ഉറപ്പ് മനസ്സിലിങ്ങനെ ഉണ്ടായിരിക്കണം. നീ എപ്പോഴും മുൻപന്തിയിലെത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ.